നമുക്ക് അല്ലെങ്കിൽ ഏതൊരു നാടകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെയുള്ള ഈ കംപ്ലീറ്റ് ഓഡിയൻസ് ഞങ്ങൾക്ക് തന്ന ഓരോ എനർജി, ഓരോ മൊമെന്റും, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ശ്വാസമൊക്കെ നമ്മളിലേക്ക് ഉണ്ടാക്കിയ ഒരു ഊർജ്ജ പ്രവാഹം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സുകളിലേക്ക് അത്തരം ഒരു സാധ്യതകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സഹായിച്ചത്. അപ്പോൾ അതിന് വലിയൊരു സന്തോഷം, വലിയ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയനും സാറിനും എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ, ഞങ്ങളുടെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയൻ പറഞ്ഞതുപോലെ അതിനൊന്നും തീരത്തില്ല. അല്ലല്ല, അടിയുണ്ട്. അയ്യോ, ഞാൻ കുറച്ച് മുമ്പ് ആ റൂമിൽ അടിയുണ്ടായിരുന്നു. പ്രിയന് ചോദിച്ചാൽ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അടി ഉണ്ടാവുന്നത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അടിയൊക്കെ ഉണ്ടാവാറുണ്ട്, വഴക്കുണ്ടാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ഈഗോ, പോസിറ്റീവായിട്ടുള്ള ഈഗോ. ശർമ്മ അപ്പുറത്ത് നിന്ന് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് അഭിനയിച്ച് കൊട്ടിക്കയറുമ്പോൾ ഞാൻ വിചാരിക്കാം, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അപ്പുറത്ത് ചെയ്തു പോയില്ലെങ്കിൽ ഞാൻ ശൂന്യമായി പോകും. ഈ ഒരു കോമ്പറ്റീഷൻ ത്രൂ ഔട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ആ പെർഫോമൻസ് ഇങ്ങനെ കയറി പോകുന്നത്. ഞാനും ശർമ്മയും തമ്മിലുള്ള കെമിസ്ട്രി, ഫിസിക്സ്, മാത്സും എല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ കുടുംബപരമായി അടുത്ത ബന്ധമുള്ളവരാണ്, സുഹൃത്തുക്കളാണ്. വളരെ രണ്ട് ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ അറിയുന്നത് ചിലപ്പോൾ കൂടെ വരുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അത്രമാത്രം വല്ലാത്തൊരു ഞാൻ എന്താണോ ഇന്നലെ നമ്മൾ അവിടെ ആലയിൽ കളിച്ചിരുന്ന സമയത്ത് മനുവട്ടൻ വന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശർമ്മ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ട്, വേറൊന്നുമല്ല, അവിടുത്തെ സാമ്പത്തിക വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ശർമ്മ പറഞ്ഞിട്ട് മാറി നിന്നിട്ട്, എടാ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലല്ലേ, അങ്ങനെ വേണ്ടതില്ലേ, എന്റെ മനസ്സിലാക്കി. അതാണ് ഞാൻ എന്താണോ ചിന്തിക്കുന്നത് ശർമ്മയ്ക്കറിയാം, ശർമ്മ എന്താണോ പറയുന്നത് അതിന് അത് വളരെ കൃത്യമായിട്ടുണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങളും നീ ഇത്തിരി അങ്ങോട്ട് നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ നീ അത് അങ്ങനത്തെ ഒരു ചിട്ടകളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്വാഭാവികമായി പലതും സംഭവിക്കും. ഇപ്പൊ നാളെ നിങ്ങൾ ഈ ഒരു പെർഫോമൻസ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് കണ്ട പല സാധനങ്ങൾ കാണത്തില്ല, ചിലപ്പോൾ വേറെ പുതിയ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഈ പ്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. പിന്നെ 500 വേദിയിൽ അധികം കളിക്കുന്ന നാടകം ആദ്യമായിട്ടൊന്നുമില്ല. പ്രേമലേഖന 1900 ഞാൻ പറഞ്ഞത് അല്ല. പക്ഷേ 500-ലധികം നാടകങ്ങൾ കേരളത്തിൽ, ഒരുപാട് നാടകങ്ങൾ, കമേഴ്ഷ്യൽ നാടകങ്ങളും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നാടകത്തിലെ ഒരേ കഥാപാത്രങ്ങളെ ഇത്രയും വർഷം കൊണ്ട് നടക്കുന്ന നാടകങ്ങൾ വളരെ അപൂർവമായിട്ടുള്ള, അത്തരത്തിലുള്ള ഒരു അപൂർവതയ്ക്ക് ഞങ്ങൾ അർഹരാണ്. പിന്നെ അവിടെ ചോദിച്ച എന്താണ് ഗീതയുടെ ഒരു ഇമേജറി ആണോ, അത് സംഭവിച്ചു പോയതാണ്. ഇന്നായി പുള്ളിക്ക് എണീക്കാൻ വയ്യാണ്ട് പുള്ളിയുടെ ചെയ്തു പോയത്. പുള്ളിയോടെ ഇരുന്ന് പോയപ്പോ ചിന്തയിൽ ഗീത തോന്നിപ്പോയതാണ്. പുള്ളി ചിലപ്പോൾ നാളെ ചിലപ്പോൾ തലവത്തിലായിരിക്കും, പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇമേജുകളൊന്നും നമ്മൾ കൃത്യമായി മനഃപൂർവ്വം ഈ സിനിമയിൽ ഉറപ്പിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായി ചില പലതരത്തിലുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മൂവ്മെന്റുകളൊക്കെ പലതരത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഈ നാടകം തന്നെ സംഭവിച്ചതാണ്, ഒരിക്കലും ചെയ്യാൻ വേണ്ടി ഉണ്ടായതില്ല. ഒരു ലോക നാടക ദിനത്തിൽ, കൊല്ലത്ത് ലോക നാടക ദിനം 2011 മാർച്ച് 27 ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് കൊല്ലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയ്തൊരു നാടകമുണ്ട്. ആ നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു മുത്താണ് എന്നോട് മ്യൂസിക് ചെയ്ത് അപ്പു പറഞ്ഞത്. അപ്പോൾ യു കെയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവധി എടുത്ത് കൃത്യമായിട്ട് നമ്മുടെ ഷെഡ്യൂൾ കണക്കാക്കി വന്ന അപ്പുവാണ് മ്യൂസിക് ചെയ്തത്. അതിനപ്പുറത്ത് ഇതിന്റെ 10 എടുപ്പുകാരൻ നിഷ്കളങ്കനാണ്, കാണുന്ന പോലെയൊന്നുമല്ല. അഭയ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഇതുപോലെ അവധി കണക്കാക്കി വന്നതാണ്. പിന്നെ ഇവിടെ ഇത് ലല്ലു ഇടുക്കിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. കുറെ ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. ഇതിന്റെ ഡോക്യുമെന്റേഷൻ സഫർ അവിടെ ഉണ്ട്. പിന്നെ സന്തോഷ്, നമുക്ക് വേണ്ടുന്ന എല്ലാ ലൈറ്റും സംവിധാനങ്ങളുമായിട്ട് കൊല്ലത്തുനിന്ന് സന്തോഷ് മോനും 2 പേരെ വൈകിട്ട് വളരെ കരുതലോടെ നമുക്ക് വേണ്ടിയിട്ട് കൂടെ നടക്കുകയാണ്. അദ്ദേഹത്തിന് കാലിന് സുഖമില്ല, മുന്നോട്ട് വരാൻ. അദ്ദേഹം ഈ ഇത് വെച്ചുകൊണ്ടാണ് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഒക്കെ ഇപ്പൊ പ്രിയൻ ഇതിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പ്രിയൻ ഉപ്പും കൂടെ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഡോക്ടർ ഡേവി സാറ് കുസാറ്റിലെ അധ്യാപകരാണ്. അദ്ദേഹം
സംഘാടകരായിട്ട് കൂടെയുണ്ട്. പിന്നെ അരുൺ സാറുണ്ട് SBL. അങ്ങനെ കുറേ ആളുകൾ അവരുടെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി ഒരു പാഷൻ പോലെ നമ്മളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതാണ് നമുക്ക് 500-ലധികം വേദികൾ കളിക്കാനുണ്ടായ ഒരു കരുത്ത്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓരോ ഊർജ്ജവും വളരെ 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 വലുതാണ്. ആ ഊർജ്ജത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇനിയും ഒരുപാട് നാടകങ്ങൾ കളിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുണ്ട്. വളരെ ഇത്രയും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനുള്ളിൽ നമ്മളിത് ആദ്യമായിട്ടാണ് ഇത്രയും വളരെ ഇതായിട്ട് കളിക്കുന്നത്. പക്ഷെ നല്ല ഫീലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ഉള്ളിലേക്ക് അതൊരു ഒരു കെടാത്ത ഒരു വിളക്ക് പോലെ കത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ബാക്കി നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം സംസാരിച്ചാൽ ഓക്കെ. അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ശർമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്കില്ല, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു. സന്തോഷമുണ്ട്. തുടക്കമായിട്ട് ഓപ്പണായിട്ടുണ്ട്. ഒരു 100 വർഷം വായിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ നാടകം കളിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സംഘടിപ്പിച്ച ഒരു ചായ കുടിയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ചായ കുടിച്ചാൽ നമുക്ക് എന്ത് നടക്കും ആ ചായ ഒരു നല്ല നാടകം സംഭവിക്കുന്ന ഓഡിയൻസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളും നമ്മളോടൊപ്പം ക്രിയേറ്റീവായി. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനൊരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആക്ടറോടൊപ്പം തന്നെ ഓഡിയൻസ് സഞ്ചരിക്കുന്നുണ്ട്. സിനിമ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ നാടകം പ്രോസസ്സ് അരങ്ങിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ലോകത്ത് വിപ്ലവങ്ങൾക്ക് നാടകം എന്നും മുന്നിൽ നിൽക്കുന്നത്. നാടകത്തിൽ രക്തസാക്ഷികളുണ്ടാകുന്നതിൻ്റെ കാരണവും തന്നെ ശബ്ദശേഷി ഉണ്ടാകുന്നതിൻ്റെ കാരണവും ആ പ്രോസസ്സാണ് പ്രശ്നം. എപ്പോഴാണ് ഇപ്പം നിങ്ങൾ ഇപ്പം ഇന്നലെ ഞങ്ങൾ കളിച്ച സ്ഥലത്തെ ഓഡിയൻസ് അതിന് മുമ്പത്തെ ദിവസം ആംഫിയിൽ നമ്മൾ കളിച്ച ഓഡിയൻസ് വ്യത്യസ്തമാണ്. ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ മുമ്പിലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ ആണുങ്ങൾ മാത്രമുള്ള സദസ്സാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ കൈയടിച്ച് ഇതിൻ്റെ സ്ത്രീവിരുദ്ധത നമുക്ക് ആഘോഷിക്കാം. ഇത്ര സ്ത്രീവിരുദ്ധമായ 2 കഥാപാത്രങ്ങൾ ഇല്ല. കാരണം അവരിപ്പോഴും അവരിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവരുടെ പെണ്ണുങ്ങളെ കാണുന്നത്. അവരാണ് അനുവദിച്ചു കൊടുക്കുന്നത്. നീ എപ്പോഴെങ്കിലും ജനാധിപത്യപരമായി നീ അത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ജനാധിപത്യം വരുന്നത് ഈ 500 അവതരണത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി മുതലാണ് ഈ ജനാധിപത്യം വരുന്നത്. കൊടുങ്ങല്ലൂർ ഞങ്ങൾ ഈ നാടകം കളിച്ചപ്പോഴാണ് ഈ ജനാധിപത്യം അതിനിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷനകത്ത് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വരുന്നു. ഇന്ന് ഇങ്ങനെ പറയണേ ഇതുപോലെ ആ കള്ളുകൂടി ഷാപ്പിലിരുന്ന് പെണ്ണ് മദ്യം കഴിച്ചപ്പോഴത്തേനും എക്സൈസ് കേസ് എടുത്തത് ഭയങ്കര രസകരമാണ്. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ നാടകത്തിൽ അതിലുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം അത് നമുക്കിങ്ങനെ കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കുമ്പോൾ പലതും മാറ്റും. പിന്നെ ഇതിനൊരു നിയതമായിട്ട് ഒരു പൊസിഷൻ അങ്ങനെ വളരെ ചെറിയ 1-2 സ്ഥലത്ത് മാറ്റും. ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ആക്ടേഴ്സ് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നാടകം ഇങ്ങനെ കളിക്കാൻ പറ്റും. കാരണം ഇത്രയധികം സ്ത്രീവിരുദ്ധതയുള്ളൊരു നാടകം, ആത്മഹത്യയെക്കുറിച്ച് പറയുന്നൊരു നാടകം. കുറേ ചില സ്ഥലങ്ങളിൽ നമ്മൾ നാടകം കളിക്കുമ്പോഴത്തേന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ചില ആളുകൾക്ക് ഇരുന്ന് കരയുന്ന നമ്മളോട് വന്ന് പറയും. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്ത കാര്യം നമുക്ക് പ്രശ്നമാണ്. നമ്മളതിന് അവരെ നന്നാക്കാൻ നമുക്ക് വയ്യ. അന്ന് അവർ പോയ നന്നാവേണ്ട കേസാണ്. നമ്മൾ നാടകം കൊണ്ട് ഈ മെസ്സേജ് കൊടുക്കാൻ നടക്കുന്ന ആളുകളല്ല കേട്ടോ. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം പ്രൊപ്പഗൻഡ ഒന്നും. അപ്പോൾ ഇതൊരു ആത്മഹത്യയെ ഇതാകരുത്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ സ്ത്രീവിരുദ്ധ അതിനെ അത്രമാത്രം സറ്റയറാകുക
ആക്ടിങ്ങിനകത്ത് അതിൻ്റെ ഒരു സറ്റയറിസം കൊണ്ട് അതെന്നാൽ മാത്രമേ അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും. നമ്മളെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാതൃഭൂമി പത്രം വായിച്ചാലും മനോരമ പത്രം വായിച്ചാലും വെറുപ്പുണ്ട്. വെറുപ്പ് വാട്സപ്പ് പറഞ്ഞാൽ വെറുപ്പുണ്ട്. എല്ലായിടത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുപ്പ്. പിന്നെ കിടന്ന് ഉറങ്ങുന്നത് ആരെ വെറുക്കണമെന്ന് ആലോചിച്ചത്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം കാണുന്നത് പോലും വെറുപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടകം കളിക്കുമ്പോഴത്തേനും ആ ഒരു വെറുപ്പുണ്ടാക്കി ഇതെന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ വേറൊരു കാരിക്കേച്ചറിൻ്റെ ചില കാരിക്കേച്ചറിൻ്റെ സ്വഭാവമുണ്ട്. ചില സമയത്ത് ഫോൺ ആക്ടിങ്ങിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. അവരാണ് ചില സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുറഞ്ഞു കൂടിയൊക്കെ ഇരിക്കും. അപ്പൊ ഇതിനൊരു വ്യത്യസ്തത ഇങ്ങനെ ആക്ടർ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങ് ഓഡിയൻസിന്റെ ഒരു പാർട്ട് അതിലുണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് അരീന എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ഒരു അവതരണമാണ്. ഈ അരീന എത്ര വേണമെങ്കിലും വലുതാവാം. ഓഡിയൻസ് ക്ലോസ്ഡ് ഓഡിയൻസ്, കാരണം ക്ലോസ്ഡ് ഓഡിയൻസ് ആകുമ്പോൾ കുറച്ചും അതിനൊരു ഇൻറ്റിമസി നമുക്ക് അങ്ങനെ ഒരു തിയേറ്റർ ഡെവലപ്പായി വരുന്നുണ്ട്. 100 നമ്മളിപ്പോൾ കല്യാണ സ്ഥലത്തൊക്കെ നാടകങ്ങൾ മുറ്റക്കളി നാടകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. കല്യാണത്തിനും വീട്ടുമുറ്റത്ത് വന്ന് 1-2 ആക്ടേഴ്സ് വന്ന് ഭയങ്കര രസകരമായിട്ട് വീടിനെ തിണ്ണെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ പരിസരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാടകം ചെയ്യുന്ന ആക്ടേഴ്സ് ഒന്നും മുറ്റക്കളി നാടകം എന്നൊക്കെ പറയും. ഒത്തിരി ക്ലോസ് ഇല്ലാതെ വലിയ ഓഡിറ്റോറിയം അങ്ങനെയൊന്നുമില്ല. 15 പേര് മാത്രം പ്രേക്ഷകരായിട്ടുള്ള നാടകങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. 5 പേർക്ക് ടാക്സി കാറിനകത്ത് ഇരുന്നുകൊണ്ട് നാടകം കാണുന്ന, നടനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നാടകം കാണുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിയേറ്റർ പെർഫോമൻസുകൾ. പഴയ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് NN Pillai സാറിൻ്റെ ശുദ്ധമദ്ദളം വായിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്ലേ എവിടെ തൊട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ വേറെ രീതിയിൽ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണിത് അവതരിപ്പിക്കുന്നത്. അതെ, വല്ലാത്തൊരു നിലപാടുള്ളതും ഇതിനകത്തൊരു ക്യാരക്ടർ കൂടെ ഉണ്ട്. ഒരു സ്ത്രീയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് സ്ത്രീയെ ഒഴിവാക്കി, ബോധപൂർവ്വം സ്ത്രീയെ ഒഴിവാക്കിയതിൻ്റെ പിന്നിൽ മോൾ പറഞ്ഞില്ലേ, ട്രെയിൻ പോയ സമയത്ത് ആ ട്രെയിൻ ഫീൽ ചെയ്തു ഒരു സ്ത്രീ ഇല്ലാതെ